ദൈവനാമകത്തുപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം പറയുവാൻ സ്വർഗത്തിൽ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും സുഖമായിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ സമയം ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ, വളരെ ഒരുക്കത്തോടുകൂടി ദൈവസ്ഥലായിരിക്കാൻ നമുക്കൊരു വാക്യം ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായം 17-ാമത്തെ വാക്യം. വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 7-ാം അധ്യായം 17-ാമത്തെ വാക്യം. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകി. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകി. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, ധന്യമേറിയ ഈ നല്ല സമയത്തിന് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. പിതാവേ, ഈ മിനിറ്റ് അങ്ങയുടെ വചനം ഷെയർ ചെയ്യുവാൻ സ്വർഗത്തിൽ ദൈവം തന്ന വലിയ കൃപയ്ക്കാൻ നന്ദി പറയുന്നു. കർത്താവ് കൃപയ്ക്കാൻ നന്ദി പറയും. ഈ വചനത്തിൽ അങ്ങ് സംസാരിക്കണം, കൃപ കൊണ്ട് നിറയ്ക്കണം, അടിയൻ ബുദ്ധി ഞാൻ അബലമാക്കണം, കൃപയാൽ സഹായിക്കും. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ മിനിറ്റുകൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ദൈവം അബ്രഹാമിന് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകി. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു. തൻ്റെ മകൻ യാഗം കഴിക്കുവാൻ അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ താൻ ആരുടെ അഭിപ്രായം ചോദിക്കാതെ സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടപ്രകാരം താൻ യാഗത്തിന് വേണ്ടി ഇറങ്ങി. എന്നാൽ യാഗസ്ഥലത്തെത്തുകയും യാഗത്തിനുള്ള ക്രമീകരണങ്ങൾ താൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താൻ കത്തിയെടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ആ കുഞ്ഞിനെ തൊട്ടുപോകരുതെന്ന്. എന്നാൽ ആ മേഖലയിൽ ദൈവം അവനെ വിടുവിച്ചപ്പോൾ അടുത്ത മിനിറ്റ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ് അതിനെ അനുഗ്രഹിക്കാമെന്നാണ് പറഞ്ഞു. ഞാൻ നിൻ്റെ സന്തതി അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഈ സന്തതി അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ വാഗ്ദത്വം കിടക്കുക. ഈ വാഗ്ദത്വം കിടക്കുന്ന ജനം ഇപ്പോൾ താമസിക്കുന്നത് മിസ്രൈമിലാണ്. ഹല്ലേലൂയ. ചരിത്രം നമുക്കറിയാം, മിസ്രൈമിലാണ്. എന്നാൽ ദൈവമക്കളെ, മിസ്രൈമിൽ ദൈവജനം ആയിരിക്കുമ്പോൾ അവർ മിസ്രൈമിൽ കടന്നതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യോസേഫ് ആളയച്ചു തൻ്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെയൊക്കെയും വരുത്തി. അവർ ആകെ 75 പേരായിരുന്നു. ആ 75 പേരായിരുന്ന സംഘം മിസ്രൈമിൽ താമസിക്കുന്ന സമയത്ത് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലമെടുത്തു. ശ്രദ്ധിക്കണം, അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടായിരുന്നോ, ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തുവെന്ന്. പ്രിയ സഹോദരങ്ങളെ, ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. ഇത് സംഭവിക്കുമ്പോൾ അബ്രഹാമില്ല, ഇസഹാക്കില്ല, യാക്കോബില്ല, യോസേഫില്ല. എന്നാൽ ദൈവം തൻ്റെ ജനത്തോട് പറഞ്ഞ വാഗ്ദത്ത കാലം അടുത്തപ്പോൾ അവിടെ എന്തോ സംഭവിച്ചു? അടുത്ത വാക്ക്, ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകാൻ തുടങ്ങി. ഇന്നീ മിനിറ്റ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നിന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്ത കാലം ഉറപ്പായിട്ടും നിന്റെ മേൽ സംഭവിച്ചിരിക്കും. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് മാറ്റമില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അതതുപോലെ സംഭവിക്കും. ഇവിടെ ഇരിക്കുന്ന വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിൽ ലൂക്കോസ് എഴുതി വെച്ചിരിക്കുന്നു, ദൈവം പറഞ്ഞ വാഗ്ദത്ത കാലം അടുത്തു. ദൈവം പറഞ്ഞ വാഗ്ദത്ത കാലം എടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകാൻ തുടങ്ങി. കാരണം 75 പേരെ സ്ഥാനത്ത് നിന്ന് ഈ ജനം വർദ്ധിച്ചു പെരുകാൻ തുടങ്ങി. കാരണം ദൈവം പറഞ്ഞ വാഗ്ദത്തിന് സമയമെടുത്തു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം ചെയ്ത വിഷയത്തിൻ്റെ മേൽ ഒരു പ്രവൃത്തി നടക്കാൻ പോവുക. നീ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കേ. ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുകയാണ്, മറന്നു പോകരുത്. നിന്നോടും നിന്റെ കുടുംബത്തോടും പറഞ്ഞ വാഗ്ദത്ത കാലം അടുത്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറയും, എപ്പോഴാ ബ്രദർ വാഗ്ദത്ത കാലം അടുത്തെന്ന് പറയുന്നത്? ശ്രദ്ധിച്ചേ, ദൈവം അബ്രഹാമിന് ചെയ്ത വാഗ്ദത്ത കാലം എടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകാൻ തുടങ്ങി. 75 പേരിൽ നിന്ന് ഇത് വർദ്ധിക്കാൻ തുടങ്ങി, ഇത് പെരുകാൻ തുടങ്ങി. വലിയൊരു വർധനവായി മിസ്രൈമിനെക്കാളും ഇസ്രായേൽ വർദ്ധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്നീ മിനിറ്റ് ശത്രുക്കളുടെ താവളത്തിൽ പോലും, ശത്രുവിൻ്റെ പാളയത്തിൽ പോലും അടിമയായി പോയെടുത്ത് പോലും ഇസ്രായേൽ ജനം വർദ്ധിച്ചു പെരുകി. കാരണം ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്വം, നിന്റെ സന്തതി ആകാശ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കര മണൽ പോലെ ഞാൻ അത്യന്തം വർദ്ധിപ്പിക്കും. ഇന്നീ മിനിറ്റ് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിന്നോട് നിന്റെ കുടുംബത്തോടും പറഞ്ഞ വാഗ്ദത്ത കാലം അടുത്തിട്ടുണ്ട് സഹോദര. പറഞ്ഞ വാഗ്ദത്വം അത് അതുപോലെ നടക്കും. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്വം, പക്ഷെ അബ്രഹാം മരിച്ചുപോയി, ഇസ്ഹാക്ക് മരിച്ചു, യാക്കോബ് മരിച്ചു, യോസേഫ് പോയി. പക്ഷെ എന്നിട്ടും ദൈവം തൻ്റെ സന്തതിയെ നോക്കി പറഞ്ഞ വാഗ്ദത്തം, ദൈവം പറഞ്ഞ വാഗ്ദത്തിന് മാറ്റമൊന്നുമില്ല.
പറഞ്ഞ വാഗ്ദത്തം പറഞ്ഞതുപോലെ ചെയ്തെങ്കിൽ ഇന്ന് ഈ മിനിറ്റ് ഞാൻ നിങ്ങളുടെ അഭിമാനത്തോടെ പറയട്ടെ, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക, ദൈവവചനത്തെ വിശ്വസിക്കുക. നിന്നോട് നിന്റെ കുടുംബത്തോടും ദൈവദാസന്മാരുടെ പ്രവാചകന്മാരുടെ പറഞ്ഞ വാഗ്ദത്തം അത് നടന്നിരിക്കും. ഇത് അവൻ്റെ സമയമാണ്, ഇതതിൻ്റെ സമയമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടായിരുന്നു, വാഗ്ദത്തങ്ങൾ എടുത്തപ്പോൾ ജനം വർദ്ധിച്ചു പെരുകാൻ തുടങ്ങി, ജനം വർദ്ധിക്കാൻ തുടങ്ങി, വർദ്ധിച്ചു പെരുകാൻ തുടങ്ങി. പിന്നത്തേതിൽ മിസ്രൈമിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വണ്ണം ഇസ്രായേൽ ജനം പെരുകി. ഹല്ലേലൂയ. അപ്പോൾ പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ മിസ്രൈമ്യർ ഇസ്രായേൽ ജനത്തെ കൊണ്ട് പേടിക്കാൻ തുടങ്ങി, ഭയപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ ലെവലിൽ ആ രാജ്യക്കാരെ തോൽപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം വർദ്ധന നടന്നെങ്കിൽ ഇന്ന് മിനിറ്റ് ഞാൻ നിങ്ങളുടെ ഒരൊറ്റ വാക്ക് പറഞ്ഞ് നിർത്താം. നിന്റെ ശത്രു നിന്നെ കണ്ട് ഭയക്കുമാറ് നിന്നെ വർദ്ധിപ്പിക്കുന്നതിന് ദൈവമുണ്ട്. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കേ. കാരണം ഇതവൻ്റെ വാഗ്ദത്ത കാലം അടുത്തിരിക്കുന്ന സമയമാണ്. രഹസ്യാദര അവൻ്റെ വാഗ്ദത്ത കാലം അടുത്തിരിക്കുന്ന സമയമാകുഞ്ഞേ. ഒന്ന് വിശ്വസിക്കേ. കർത്താവ് നിങ്ങൾക്ക് ഈ സമയം വലിയ കാര്യം ചെയ്യട്ടെ. വിശ്വസിക്കേ. പറഞ്ഞ വാഗ്ദത്തം മാറത്തില്ല കേട്ടോ, പറഞ്ഞ വാഗ്ദത്തിന് മാറ്റമില്ല കേട്ടോ. പറഞ്ഞ വാഗ്ദത്തം പറഞ്ഞതുപോലെ സംഭവിക്കും, അതിൻ്റെ കാലത്ത് സംഭവിച്ചിരിക്കും. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കേ. ഏൽപ്പിക്കാമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ മിനിറ്റുകളിൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ച ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്ത കാലം എടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകിയെങ്കിൽ ഇന്ന് ഈ മിനിറ്റ് ഇവരുടെ ലൈഫിനകത്തേക്ക് പറഞ്ഞ വാഗ്ദത്തം പറഞ്ഞതുപോലെ ഇവരുടെ മേൽ സംഭവിക്കട്ടെ. തമ്പുരാനെ, അങ്ങ് പറഞ്ഞ വാഗ്ദത്തം അങ്ങ് പറഞ്ഞ സമയത്ത് നടക്കട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, 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 ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.